വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. 5 വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. 1-ാം ട്രാക്കിൽ ആശാപ്പുളിക്കളം, 2-ാം ട്രാക്കിൽ ജയ്ഷോട്ട്, 3-ാം ട്രാക്കിൽ നെപ്പോളിയൻ, 4-ാം ട്രാക്കിൽ അമ്പലക്കടവൻ, 5-ാം ട്രാക്കിൽ ഷോട്ട് പുളിക്കത്ര. നോക്ക് എന്ത് മത്സരമാണ്. ചുണ്ടൻ വള്ളങ്ങളെ പോലെ തന്നെ അതിലേറെ ആവേശത്തോടുകൂടി തുഴയെറിഞ്ഞ് വാരിക്കുത്തി പുന്നമടക്കായലിന്റെ ഓളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് പരമാവധി തുഴ താഴേക്ക് വലിച്ച് തുഴഞ്ഞവരങ്ങനെ പോവുകയാണ്. നമുക്ക് പുറകിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. നമുക്ക് പങ്കായക്കാര് തുഴ വാരി എറിയുകയാണ് പരമാവധി വേഗതയിൽ. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 5 വള്ളങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഏകദേശം ഒരു തുഴപ്പാട് പോലും ആരും മുന്നിലല്ല. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ മുമ്പേ ഒക്കെ കണ്ടതാണ്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് പോകുമ്പോൾ തന്നെ ചില വള്ളങ്ങളൊക്കെ ഒരു വള്ളപ്പാടെങ്കിലും മുന്നിൽ. പക്ഷേ 4 വള്ളങ്ങൾ ഒരേ താളത്തിൽ ഒരേ വേഗതയിൽ അങ്ങ് പുന്നമടയിലെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് തുഴയെറിഞ്ഞങ്ങനെ പോവുകയാണ്. കാണാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വൈപ്പ് എ ഗ്രേഡിന്റെ ഫൈനൽ പോരാട്ടം. 66-ാം നമ്പർ ആശാ പുളിക്കളം, 63-ാം നമ്പർ ജയ് ഷോട്ട്, 65-ാം നമ്പർ നെപ്പോളിയൻ, 64-ാം നമ്പർ അമ്പലക്കടവൻ, 62-ാം നമ്പർ ഷോട്ട് പുളിക്കത്ര. അങ്ങനെ 5 വള്ളങ്ങൾ വൈപ്പ് എ ഗ്രേഡ് ഫൈനൽ പോരാട്ടം ഇപ്പോൾ ആവേശകരമായി തുടങ്ങിയിരിക്കുകയാണ്. ചുണ്ടൽ വള്ളങ്ങളുടേതുപോലെ തന്നെ അത്യാവേശത്തിൽ അതിഗംഭീരമായ ഊർജത്തോടെ തുഴഞ്ഞ് മുന്നേറുകയാണ് ക്ലബ്ബുകൾ. ഏറ്റവും ആവേശകരമായ ഒരു പോരാട്ടം ഇനി അവശേഷിക്കുന്നത്. ഇപ്പോൾ വൈപ്പ് എ ഗ്രേഡിന്റെ ഫൈനൽ പോരാട്ടം കഴിഞ്ഞാൽ നേരെ ചുണ്ടൻ വള്ളങ്ങളുടെ 3rd ലൂസേഴ്സ് ഫൈനലാണ്. പിന്നാലെ ചുണ്ടൻ വള്ളങ്ങളുടെ 2nd ലൂസേഴ്സ് ഫൈനൽ, പിന്നാലെ ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ, പിന്നെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ഫൈനൽ പോരാട്ടം. അതായത് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള അവസാന ഫൈനൽ പോരാട്ടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈപ്പ് എ ഗ്രേഡ് വിഭാഗത്തിൽ. 5 വള്ളങ്ങൾ ഇഞ്ചോടിഞ്ച് എന്നതുപോലെ പോരാട്ടത്തിൽ നിൽക്കുകയാണ്. തൊട്ടു മുമ്പ് നമ്മൾ കണ്ടതാണ് ഇരുട്ടുകുത്തി എ ഗ്രേഡിന്റെ മത്സരം. അതിൽ പടക്കുതിരയാണ് അവസാനമായി അവർക്ക് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞത്. പക്ഷേ 3 തൈക്കൽ, മാമൂടൻ തുടങ്ങിയ ക്ലബ്ബുകൾ അതിവേഗത്തിൽ ഫിനിഷിംഗ് ലൈൻ തുടർന്ന് നമ്മൾ കണ്ടു. അതിന് പിന്നാലെ വൈപ്പ് എ ഗ്രേഡ് ഒരു മത്സരം കഴിഞ്ഞ് പിന്നാലെ തന്നെ നിമിഷങ്ങൾ ഒട്ടും തന്നെ പാഴാക്കാതെ അടുത്ത ഫൈനൽ പോരാട്ടത്തിലേക്ക് സംഘാടകർ കടക്കുന്നുണ്ട്. അങ്ങനെയാണ് വൈപ്പ് എ ഗ്രേഡ് മത്സരം ആരംഭിച്ചിരിക്കുന്നു. അത് പാതി പിന്നിടുന്നു, ഏകദേശം പാതി പിന്നിടാറാവുന്നു. ഫിനിഷിംഗ് ലൈൻ പകുതിയോട് അടുക്കാറാകുന്നു എന്നതാണ് ആശാ പുളിക്കളം, നെടുമുടി ടൗൺ ബോട്ട് ക്ലബ്, ഒപ്പം തന്നെ വില്ലേജ് ബോട്ട് ക്ലബ്, ചെന്നിത്തലയുടെ ജയ് ഷോട്ട്, മല്ലു ആർമി റോവേഴ്സ് എമിറേറ്റ്സ് ക്ലബിന്റെ നെപ്പോളിയൻ, യൂക്കാവലം ബോട്ട് ക്ലബിന്റെ അമ്പലക്കടവൻ, കൊടുക്കുന്ന ബോട്ട് ക്ലബിന്റെ ഷോട്ട് പുളിക്കത്ര. അങ്ങനെ 5 വള്ളങ്ങൾ ഏറ്റവും ആവേശത്തോടുകൂടി ആർക്കാണ് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ഈ 2025 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വൈപ്പ് എ ഗ്രേഡിൽ ആർക്കാണ് കപ്പ്, ആർക്കാണ് കിരീടം എന്നതറിയാൻ ഇനി നിമിഷങ്ങളുടെ മാത്രം കാത്തിരിപ്പാണ്. 3 വള്ളങ്ങൾ, അതിൽ 2 വള്ളങ്ങൾ ഇഞ്ചോടിഞ്ചാണ്. പിന്നാലെ വളരെ ആവേശകരമായ ഒരു മത്സരമാണ് ഈ നടക്കുന്നത്. എന്തൊരു കാഴ്ചയാണിത്. ഒരേ രീതിയിൽ തുഴഞ്ഞു വരികയാണ്. കട്ടയ്ക്ക് വരുന്ന ഒരു കാഴ്ച. ഇത് കുട്ടനാട്ടിൽ മാത്രമേ, പുന്നമടയിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. വളരെ വാശിയോടുകൂടി തുഴയെറിഞ്ഞു വരുന്ന 2 വള്ളങ്ങൾ, തൊട്ടു പിന്നാലെ 2 വള്ളങ്ങളുണ്ട്. പക്ഷേ ആദ്യം വരുന്ന 3-4 ട്രാക്കുകളിൽ വരുന്ന 2 വള്ളങ്ങൾ, ആ വള്ളങ്ങൾ തമ്മിലുള്ള മത്സരം ഇഞ്ചോടിഞ്ച് പോരാട്ടം. അതായത് 4-ാം ട്രാക്കിൽ വരുന്ന വള്ളം തുഴഞ്ഞു വരുമ്പോൾ ഒരു സംശയം വേണ്ട, അവരുടെ കൈക്കരുത്താണ്, അവരുടെ മെയ്ക്കരുത്താണ്. ആ കരുത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് 4-ാം ട്രാക്കിലേക്ക് വരുന്ന വള്ളം 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. നമുക്കിതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, 1, 2, 3, 4 സ്ഥാനങ്ങളിലേക്ക് ഫൈനലിലേക്ക് വന്ന 3-4 വള്ളങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞ തവണ 4.14 സെക്കൻഡിലാണ് ഈ നെഹ്റു ട്രോഫി കാരിച്ചാൽ നേടിയത്. ഇത്തവണ പുന്നമട ബോട്ട് ക്ലബ്ബ് ലൂസേഴ്സ് ഫൈനലിൽ എത്തിയത് 4.2094 നടുഭാഗം ചുണ്ടനിൽ. പുന്നമട ഇതുവരെ ജയിച്ചിട്ടില്ല. നടുഭാഗം ചുണ്ടൻ 52, 2019 എന്നീ വർഷങ്ങളിൽ ജയിച്ചിട്ടുണ്ട്. നിരണം ക്ലബ്ബാണ് രണ്ടാമതേക്ക് വന്നിരിക്കുന്നത്, 4.212669. മൂന്നാമത് വരുന്നത് വില്ലേജ് ബോട്ട് ക്ലബ്ബാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ വെപ്പ് വള്ളങ്ങളിൽ മത്സരം കഴിയുമ്പോഴാണ് കണ്ണൻ നായർ ഈ ആവേശം ഉന്നയിക്കുന്നത്. സ്വാഭാവികമാണ്.